പാലാ മുണ്ടുപാലത്തെ ലോൺ തിരിച്ചടവ് കുടിശ്ശിക വരുത്തിയതിനെ തുടർന്ന് വൃദ്ധ ദമ്പതികളെ വീട്ടിൽ നിന്നും ഇറക്കിവിടാൻ ശ്രമം. മുണ്ടുപാലം പുറപ്പുഴ ഫ്രാൻസിസ്, ഭാര്യ മേരിക്കുട്ടി എന്നിവരെയാണ് ബാങ്ക് അധികൃതർ ഇറക്കിവിടാൻ ശ്രമിച്ചത്. ഫാം നടത്തിപ്പിനായി ഇവർ സ്വന്തമായുള്ള 2 സെന്റ് സ്ഥലം ഈടുവെച്ച് പാലാ സെൻട്രൽ ബാങ്കിൽ നിന്നും 5 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. കൊറോണ കാലം മുതൽ ഫാം നഷ്ടമായതോടെ തിരിച്ചടവ് മുടങ്ങി. ഇപ്പോൾ 10,90,000 രൂപയാണ് തിരിച്ചടയ്ക്കാനുള്ളത്. ഫാം നഷ്ടത്തിലായതോടെയാണ് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത നിലയിലെത്തിയത്. 2 കോവിഡിന് മുമ്പ് എടുത്തു. 3.5 ലക്ഷം രൂപയോളം അവൻ അടച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓട് വന്നതോടുകൂടി പിന്നെ അടയ്ക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൈ കിട്ടുന്ന പിന്നെ കൊണ്ട് പൈസ ഒന്നും അടച്ചിട്ടില്ല. പിന്നെ അവൻ ആ കോവിഡിൻ്റെ പ്രശ്നമെല്ലാം കഴിഞ്ഞ് കടമൊക്കെ മേടിച്ച് പിന്നെയും പന്നിക്കച്ചവടം തുടങ്ങി. പന്നിക്കച്ചവടം തുടങ്ങിയപ്പോഴത്തേക്കുമാണ് നമ്മുടെ ആ പന്നി ഇവിടെയെല്ലാം പന്നി വന്ന് നമുക്ക് പിന്നെ ആ ബിസിനസ് നിന്ന് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഇറക്കിയ പൈസ മുഴുവനും കച്ചവടക്കാരുടെ കൈ കൂടെ ആയിപ്പോയി. നമുക്കൊന്നും തിരിച്ചു കിട്ടിയില്ല. അങ്ങനെ വന്ന് നമ്മുടെ പൈസ മൊത്തം പോയി. അങ്ങനെ യാതൊരു മാർഗ്ഗമില്ലാതെ വന്നാൽ നമ്മളിപ്പോൾ ഈ വീട്ടിലൂടെന്നുള്ള പരിപാടി ഇവിടെ വന്ന് നമ്മൾ തുടങ്ങിയത്. ഞാൻ അന്നേരം അവനോട് പറഞ്ഞു നമുക്കിത് ചെയ്യാൻ മാനേ എന്നും പറഞ്ഞ് ഈ പരിപാടി തുടങ്ങിയത്. അങ്ങനെ ഇപ്പം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനിടയിൽ ഇവർ ഈ ബാങ്കുകാർ നമ്മൾക്ക് വന്ന് 2024 എന്തോ വന്ന് ഇവിടെ ഞാനില്ലായിരുന്നു, ഒരു പേപ്പർ കൊണ്ട് കൊടുത്തായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. അതല്ലാതെ അതിനുശേഷം ഈ സെൻട്രൽ ബാങ്കിൽ നിന്ന് ഒരു പേപ്പർ വരികയോ ഒന്നും ചെയ്തില്ല. ഈ ഡിസംബറിലാണെന്ന് തോന്നുന്നു ഇവരിതുപോലെ ഒരു ദിവസം വന്നു. ബാങ്കിൽ നിന്ന് കുറേ പേരും അഡ്വക്കേറ്റും ഒക്കെ ആണെന്നും പറഞ്ഞ് കുറേ പേര് വന്നിപ്പോൾ തന്നെ ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് വന്നു. എന്നിട്ടൊരു വെള്ള പേപ്പറിൽ എഴുതി എൻ്റെ തന്നു, ഇത് ഒപ്പിട്ട് കൊടുക്കണമെന്ന്. അപ്പോൾ ഞാൻ വായിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളിത് ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ പറയുന്ന ദിവസം ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കണമെന്നില്ല എന്നോർത്ത് ഞാൻ നമുക്ക് നല്ല തല്ലിക്കൊന്നാൽ നമുക്കിപ്പം പൈസ അടയ്ക്കാൻ ഒരു മാർഗ്ഗവും ഇല്ല. ഒരിടത്തുനിന്ന് ഒരു കടം കിട്ടാൻ പോലും ഉള്ള മാർഗ്ഗമില്ല. അതുപോലെ അവൻ കടം കയറി നശിച്ച് നിൽക്കുക. അതെനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ഇവരോട് പറഞ്ഞു ഒപ്പിടരുത്, നമ്മൾ ഒപ്പിട്ട് കൊടുത്താൽ പിന്നെ അവർ വരുമ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങേണ്ട വരും, നമുക്ക് അതിനിടെ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ ഇവരെ നമ്മൾ പറഞ്ഞു ഞങ്ങള് കച്ചവടം കുറവായതുകൊണ്ട് ഇപ്പൊ 5 കിലോ അരിയെ വെച്ചോളൂ. ആ ചോറ് പോലും മുഴുവൻ കൊടുക്കാൻ ഇന്നത്തെ കച്ചവടം പോലും നടന്നില്ലെന്നേ. അവര് ഇങ്ങനെ വന്ന് പോലീസ് നിൽക്കുന്നു. അപ്പൊ ഈ ഉണ്ണാൻ വരുന്നവരൊക്കെ ശകലം കഴിച്ചില്ലല്ലോ. അതെല്ലാരും വണ്ടി തിരിച്ച് നമുക്ക് സ്ഥിരം വരുന്ന ആൾക്കാരെല്ലാം വണ്ടി തിരിച്ചു വിട്ടു പോയി. ഉച്ചകഴിഞ്ഞ് 1 മണിയോടെ ബാങ്ക് അധികൃതർ എത്തി വീട്ടിൽ നിന്നും ഇറങ്ങാൻ ഇവരോട് ആവശ്യപ്പെടുകയായിരുന്നു. ജീവിത ചെലവിനായി ചെറിയ ഹോട്ടൽ നടത്തുന്ന ഇവർ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ രാഷ്ട്രീയ നേതാക്കളായ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ലാലിച്ചൻ ജോർജ്, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് എന്നിവർ സ്ഥലത്തെത്തി. നേതാക്കൾ ബാങ്ക് അധികൃതരുമായി സംസാരിച്ച് നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു.